പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വമ്പൻ ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീടുകളിലേക്കും നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വഴി വിവിധ തരം ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഒന്നിലധികം ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത്. വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി ആനുകൂല്യങ്ങൾ, വിവിധ മേഖലകളിലേക്കുള്ള ധനസഹായ വിതരണം, പെൻഷനുകൾ, കുടിശ്ശിക വിതരണം എന്നിവയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭം കുറിക്കുന്നത്. 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളും കാത്തിരിക്കുന്നത് ജൂൺ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണമാണ്. 2000 രൂപ വീതമാണ് മെയ് മാസം വരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തി വർദ്ധിപ്പിച്ച പെൻഷൻ തുക അടക്കമാണ് ജൂൺ മാസത്തിൽ ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത്. പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ നിലവിൽ ആരംഭിച്ച സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. 5 ഇനം സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവ ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ 8 ലക്ഷത്തോളം വരുന്ന NSIP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുന്നതോടൊപ്പം തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം ആനുകൂല്യം എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി വരുന്ന ആഴ്ച മുതൽ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. നാളുകൾക്ക് മുൻപ് മരണപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശ്രിതർ പെൻഷൻ അനർഹമായി തട്ടിയെടുക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കർശന നടപടികൾ ആരംഭിക്കുന്നത്. സർക്കാരിന്റെ പരിശോധനയിൽ അനർഹരെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഇവർ ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ പലിശയടക്കം തിരികെ നൽകേണ്ടി വരും. ഇതോടൊപ്പം തന്നെ 24 ലക്ഷത്തോളം വരുന്ന കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറാവുന്നതാണ്. തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരണമെന്ന് താൽപ്പര്യമുള്ള ആളുകൾക്ക് പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തി പെൻഷനുമായി ബന്ധപ്പെട്ട രേഖകളും ബാങ്ക് ഡീറ്റെയിൽസും ആധാർ നമ്പറും നൽകുന്ന മുറയ്ക്ക് ഇവർക്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം മാറ്റാവുന്നതാണ്. അടിസ്ഥാന പെൻഷൻ 3000 രൂപയിലേക്ക് ഘട്ടം ഘട്ടമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ 100 മുതൽ 200 രൂപയുടെ വരെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ വാർദ്ധക്യ പെൻഷനുകൾ കൈപ്പറ്റുന്ന 2 ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് പരമാവധി 4000 രൂപയിൽ കൂടുതലാണ് ഇനി മുതൽ എത്തിച്ചേരാൻ പോകുന്നത്. മറ്റൊരറിയിപ്പ്, കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസികളുടെ പെൻഷൻ തുക 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സൗദി മാറാക്കര പഞ്ചായത്ത് KMCC യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിവിധ കാര്യങ്ങളാൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിവരുന്ന പ്രവാസികൾക്കായി കൃത്യമായ പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക തീർക്കുന്നതിന് LDF സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതി നടപ്പാക്കിയാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DA കൊടുക്കുന്നതിൽ മുൻപ് കാലതാമസം വന്നിട്ടുണ്ടാകും. ദുരിതകാലത്തും ശമ്പളം മുടങ്ങാതെ കൊടുക്കാനായിട്ടുണ്ട്. ആനുകൂല്യങ്ങളിൽ ചിലത് കൊടുക്കുകയും മറ്റു ചിലത് കൊടുക്കാനായി പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. LDF കാലത്ത് കുടിശ്ശികയുണ്ടെന്ന് പറയുന്നതിന് പകരം LDF ആവിഷ്കരിച്ച ആ പദ്ധതി സർക്കാർ നടപ്പാക്കിയാൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇപ്പോൾ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുകയാണ്. 7 സബ് ക്ലാസുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നത്. സൗജന്യ യാത്രക്ക് യാതൊരുവിധ ദൂരപരിധിയും ഉണ്ടായിരിക്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസമാണ് പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയിരുന്ന സ്ത്രീകൾക്കുള്ള KSRTC സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. പദ്ധതിയുടെ സാമ്പത്തിക ചിലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രവർത്തനം വിലയിരുത്തിയ ശേഷം കൂടുതൽ ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. ജൂൺ 15 തിങ്കളാഴ്ച മുതലാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. UDF സർക്കാരിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത്. KSRTCയിലെ സൗജന്യ യാത്ര സ്വകാര്യ മേഖലയെ തകർക്കുമെന്ന് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഈ മാസം 19 നടക്കുന്ന ബജറ്റിലെ ബസ് ഉടമകൾക്ക് അനുകൂലമായ പാക്കേജ് നൽകിയില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഓട്ടം അവസാനിപ്പിച്ച് പ്രതിഷേധിക്കുമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അറിയിച്ചു. തൃശൂരിൽ നടന്ന യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ് ഉടമകളെ പ്രതിസന്ധിയിലാക്കുമെന്ന് അറിയിച്ചിട്ടും സർക്കാർ അനങ്ങിയില്ല എന്നാണ്
ബസ് ഉടമകൾ ആരോപിക്കുന്നത്. വിഷയം മുഖ്യമന്ത്രി VD സതീശനെയും ഗതാഗത മന്ത്രിയെയും അറിയിച്ചിരുന്നെന്നും മുഖ്യമന്ത്രി ചർച്ച നടത്താമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ചർച്ച ഉണ്ടായില്ലെന്നും ഉടമകൾ പറയുന്നു. വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. ഈ മാസം 19-ന് നടക്കുന്ന ബജറ്റിൽ അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം പൂർണ്ണമായി അവസാനിപ്പിച്ച് സമരം സംഘടിപ്പിക്കുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 19-ന് ശേഷം എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് സംയുക്ത യോഗം നടക്കും. ഈ യോഗത്തിന് ശേഷം സമരത്തിലേക്ക് കടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. KSRTCക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വകാര്യ മേഖലക്കും കൂടി നൽകണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. കേരള മുഖ്യമന്ത്രി VD സതീശന്റെ ആദ്യ ബജറ്റ് ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയാകാൻ സാധ്യത. പെൻഷൻ പ്രായം കൂട്ടണമെന്ന ശുപാർശയുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും. വരുമാനം കണ്ടെത്താൻ മദ്യത്തിന്റെ വില കൂട്ടുന്നതും ഭൂമിയുടെ ന്യായവില ഉയർത്തുന്നതും പരിഗണനയിൽ ഉണ്ട്. ജനങ്ങളുടെ കയ്യടി കിട്ടാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഊന്നിയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ബജറ്റിൽ ഉണ്ടാവുക. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ 1000 രൂപ വിതരണം എന്നിവ ബജറ്റിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. സ്ത്രീ സൗജന്യ യാത്ര നടപ്പാക്കിയതിനാൽ KSRTCക്ക് കൂടുതൽ പണം ബജറ്റിൽ നീക്കിവെച്ചേക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഇത്തവണ സർക്കാർ അംഗീകരിക്കാനും സാധ്യത കുറവാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാലും അത് വേഗത്തിൽ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കില്ല. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ശുപാർശ അംഗീകരിക്കപ്പെടുമെന്നാണ് സൂചന. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുൻകൂറായി 1 ഗഡുവെങ്കിലും നൽകുമെന്നും പരിഗണനയിലുണ്ട്. വൈദ്യുത ഉൽപ്പാദന മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. വൻകിട പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും നിലവിലുള്ള വൻകിട പദ്ധതികൾക്ക് പണം മാറ്റിവെക്കും. വരുമാനം കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളി എങ്ങനെ മറികടക്കും എന്നതാണ് പ്രധാന ചോദ്യം. മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഭൂമിയുടെ ന്യായവിലയും വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പെട്രോൾ സെസ് കുറക്കുമോ എന്ന കാര്യത്തിലുള്ള സർക്കാർ നിലപാടും ബജറ്റിൽ വ്യക്തമാക്കിയേക്കും. കേരളത്തിൽ പുതിയൊരു വ്യവസായിക നയത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്നാണ് പ്രതീക്ഷ. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, IT, വിനോദസഞ്ചാരം, ഷിപ്പിംഗ്, വ്യോമയാനം എന്നിവയ്ക്ക് മുൻഗണന നൽകും. വ്യവസായിക വാണിജ്യ മേഖല അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ബജറ്റിൽ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വാണിജ്യ വ്യാവസായിക പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് സർക്കാർ കൈത്താങ്ങ് അനിവാര്യമാണ്. തളർന്നുകിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായേക്കും. ധവളപത്രത്തിലെ അടച്ചുപൂട്ടൽ സ്വകാര്യവൽക്കരണ നിർദ്ദേശം പൊതുമേഖലയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. CAG റിപ്പോർട്ട് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 18,026 കോടി രൂപയാണ്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതും വ്യവസായിക മേഖലയിൽ നിക്ഷേപകർ താൽപര്യം പ്രകടിപ്പിക്കാത്തതുമാണ് പ്രധാന പ്രതിസന്ധി. ഇത് എങ്ങനെ മറികടക്കുമെന്നത് അനുസരിച്ചായിരിക്കും സംസ്ഥാനത്തിന്റെ വ്യവസായിക വികസനം സാധ്യമാക്കുക. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഇത്തവണ ഉയർത്താൻ സാധ്യതയില്ലെന്ന് സൂചന. ധവളപത്രത്തിലെ നിർദ്ദേശം ഇത്തവണത്തെ ബജറ്റിൽ പരിഗണിക്കാൻ ഇടയില്ല. മെയ് 31-ന് 12,360 പേർ വിരമിച്ചതിനാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകില്ല. 1 ഗഡു ക്ഷാമബത്തയാണ് ബജറ്റിലെ വിസ്മയം. മുൻകാല പ്രാബല്യത്തോടെ നൽകാനാണ് സാധ്യത. മറ്റൊരു അറിയിപ്പ്, 2014-ന് മുൻപ് വിരമിച്ചവരുടെ ഉയർന്ന പെൻഷൻ EPFO റദ്ദാക്കുന്നു. തുക തിരിച്ചടക്കാൻ നോട്ടീസ് നൽകിക്കഴിഞ്ഞു. 2014-ന് മുൻപ് വിരമിച്ച് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവരുടെ അധിക പെൻഷൻ റദ്ദാക്കുന്നു. ഇവർ കൈപ്പറ്റിയ അധിക തുക തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ട് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നോട്ടീസ് അയച്ചു തുടങ്ങി. വിരമിക്കുന്നതിന് മുൻപ് ജോയിന്റ് ഓപ്ഷൻ നൽകിയില്ല എന്ന കാരണത്താലാണ് ഉയർന്ന പെൻഷൻ റദ്ദാക്കി തുടങ്ങിയത്. ഇതുവരെ കൈപ്പറ്റിയ ഉയർന്ന പെൻഷൻ തുക ഉടൻ ഒന്നിച്ച് തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയക്കുന്നത്. പലരും മരുന്നിന് പോലും പണം കാണാതെ വിഷമിക്കുമ്പോഴാണ് ലക്ഷങ്ങൾ ഒന്നിച്ച് തിരിച്ചടക്കണമെന്ന നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും വിധികളുടെ അന്തസത്തക്ക് വിരുദ്ധമായാണ് ഈ നോട്ടീസ് എന്നാണ് പെൻഷൻകാർ ആരോപിക്കുന്നത്. ഒരു ജീവനക്കാരന് തൊഴിലുടമ വഴിയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ പണമടക്കുന്നതും മറ്റ് രേഖകൾ നൽകുന്നതും. തൊഴിലുടമയുടെ വീഴ്ച കാരണമാണ് ഇവിടെ ജോയിന്റ് ഓപ്ഷൻ നൽകാൻ
നിശ്ചിത വർഷത്തിനുള്ളിൽ നൽകാൻ കഴിയാതെ പോയത്. അങ്ങനെ തൊഴിലുടമയുടെ വീഴ്ചയുടെ പേരിൽ തൊഴിലാളിയുടെ അവകാശം നിഷേധിക്കുന്നത് നീതി നിഷേധമാണെന്നാണ് അവർ പറയുന്നത്. മറ്റൊരറിയിപ്പ്: പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ. ജനുവരിയിൽ മന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അഷ്വർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ഇത് നടപ്പാക്കി തിരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ പദ്ധതി പ്രാബല്യത്തിലായിട്ടില്ല. ഈ പദ്ധതി UDF സർക്കാർ തുടരാനും സാധ്യതയില്ല. പകരം പങ്കാളിത്ത പെൻഷൻ ഫണ്ടിലേക്കുള്ള പ്രതിമാസ സർക്കാർ വിഹിതം അടിസ്ഥാന ശമ്പളത്തിന്റെ 10% നിന്ന് 14% വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയാണ് സർക്കാരിന് മുന്നിലുള്ളത്. ജീവനക്കാർ ദീർഘകാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് ഇത്. കേന്ദ്ര സർക്കാരും പല സംസ്ഥാനങ്ങളും വിഹിതം നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന അധിക ചിലവിന് പണം കണ്ടെത്തേണ്ടി വരും. DA കുടിശ്ശിക നൽകുക, ഭവന വായ്പാ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ തീരുമാനങ്ങളും ബജറ്റിൽ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നു. ബജറ്റിൽ ജീവനക്കാർക്കുള്ള വിസ്മയം ഉണ്ടാകുമെന്നും മെഡിസബ് പദ്ധതി നിയമവശം പരിശോധിച്ച ശേഷം പരിഷ്കരിക്കാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാർ അവസാന കാലത്ത് നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. 3 മാസത്തിനിടെ കാര്യമായ പ്രവർത്തനം നടന്നിട്ടുമില്ല. കാലാവധി നീട്ടണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. LDF സർക്കാർ നിയമിച്ച കമ്മീഷനുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാരിന് താൽപ്പര്യമില്ലാത്തതിനാൽ നിലവിലെ ചെയർമാൻ ഡോക്ടർ VB ജോയിയെ നിലനിർത്തി 2 അംഗങ്ങളെയും മാറ്റാൻ ധനവകുപ്പ് ആലോചിക്കുന്നുണ്ട്. മറ്റൊരറിയിപ്പ്: സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച് കേന്ദ്രം. ഇനി ലഭിക്കുക വർഷത്തിൽ 4 എണ്ണം മാത്രം. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഗാർഹിക LPG സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച് കേന്ദ്രം. ഒരു വർഷം ലഭിക്കുന്ന സബ്സിഡി സിലിണ്ടറുകൾ 9 നിന്ന് 4 ആയാണ് കുറച്ചത്. 14.2 കിലോഗ്രാം ഗ്യാസ് സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് സബ്സിഡി എണ്ണം കുറച്ചത്. 300 രൂപയാണ് ഒരു സിലിണ്ടറിൽ കേന്ദ്രം സബ്സിഡിയായി നൽകുന്നത്. മാർക്കറ്റ് വിലയെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു സിലിണ്ടറിന് 700 രൂപ നിരക്കിൽ പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ തുടർന്നുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര LPG വില ഉയരുന്നതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നും റിപ്പോർട്ടുകളുണ്ട്. മറ്റൊരറിയിപ്പ്: കർഷകരുടെ ക്ഷേമത്തിനായി തുടങ്ങിയ കേരള കർഷക ക്ഷേമനിധി ബോർഡിനെ കാത്തിരിക്കുന്നത്. കർഷകർ അടച്ച തുകയ്ക്ക് തുല്യമായ ഫണ്ട് പോലും ബോർഡിന് നൽകാതെയാണ് കഴിഞ്ഞ സർക്കാർ പടിയിറങ്ങിയത്. കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കർഷക ക്ഷേമനിധി ബോർഡ് രൂപവൽക്കരിച്ചത്. കർഷകരുടെ ക്ഷേമനിധിയിലെ അംഗത്വം 5 വർഷം പൂർത്തിയാകുന്നത് 2026 ഡിസംബറിലാണ്. അന്നു മുതൽ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കേണ്ടി വരും. എന്നാൽ ഇതുവരെ അതിനുള്ള ഫണ്ട് എത്തിയിട്ടില്ല. പെൻഷൻ നൽകാൻ തീരുമാനിച്ചാൽ ഇതുവരെയുള്ള സർക്കാർ വിഹിതം മുഴുവൻ നിലവിലെ സർക്കാർ നൽകേണ്ടി വരും. കർഷകൻ 100 രൂപ അടച്ചാൽ സർക്കാർ തുല്യമായ തുക ബോർഡിന് നൽകണമെന്നാണ് വ്യവസ്ഥ. കർഷകർ എത്ര കൂടിയ തുക അടച്ചാലും പരമാവധി 250 രൂപയാണ് ഓരോ കർഷകനും വേണ്ടി ബോർഡിന് സർക്കാർ നൽകേണ്ടിയിരുന്നത്. 2023 നിലവിലുള്ള ഡയറക്ടർ ബോർഡിന്റെ കാലാവധി തീർന്നെങ്കിലും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അതിന് തുടരാൻ സർക്കാർ അനുമതി നൽകി. അംഗമാകുന്നവർക്ക് പെൻഷൻ, അനാരോഗ്യ ആനുകൂല്യം, ചികിത്സാ സഹായം, വിവാഹ വിദ്യാഭ്യാസ സഹായം, മരണാനന്തര സഹായം, കുടുംബ പെൻഷൻ തുടങ്ങിയവ വാഗ്ദാനം ചെയ്താണ് കർഷകരെ അംഗങ്ങളാക്കിയത്. 15,000-ന് മുകളിൽ കർഷകർ അംഗങ്ങളായി. എന്നാൽ പദ്ധതിയുടെ അനിശ്ചിതത്വം കാരണം പിന്നീട് പുതിയ അംഗങ്ങളെ ചേർക്കുന്നത് നിർത്തി. പുതുതായി കർഷകർ ചേരാതെയുമായി. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ കൃഷിയുള്ളവർക്കും വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ താഴെയുള്ളവർക്കുമാണ് പദ്ധതിയിൽ അംഗമാകാൻ കഴിയുന്നത്. സർക്കാരിൽ നിന്ന് നേരിട്ട് പണം വാങ്ങാതെ ബോർഡിന്റെ പ്രവർത്തനത്തിന് തുക കണ്ടെത്താനുള്ള വഴിയും ബോർഡിന്റെ രൂപവൽക്കരണ സമയത്ത് നിർദ്ദേശിച്ചിരുന്നു. മണ്ണെടുക്കുമ്പോഴും കാർഷിക സാധനങ്ങൾ ഉൽപ്പന്നങ്ങളാക്കുമ്പോഴും മറ്റും സെസ് മാതൃകയിൽ ഒരു ചെറിയ തുക ബോർഡിലെത്തുന്ന രീതിയാണ് അവതരിപ്പിച്ചത്. എന്നാൽ അതിന് സർക്കാർ അന്ന് അനുമതി നൽകിയിരുന്നില്ല. EPF വരിക്കാർക്ക് സമ്പാദ്യം എളുപ്പത്തിൽ പിൻവലിക്കാനുള്ള സംവിധാനം ഉടൻ നിലവിൽ വരുന്നു. UPA, ATM എന്നിവ വഴി നേരിട്ട് പണം പിൻവലിക്കാനുള്ള സൗകര്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. അംഗങ്ങൾക്ക് PF ബാലൻസിന്റെ 75% വരെ ഉടനടി പിൻവലിക്കാൻ കഴിയും. 2025 ഒക്ടോബറിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പരിഷ്കാരം കോടിക്കണക്കിന് EPFO അംഗങ്ങൾക്ക് ഗുണകരമാകും. ATM, UPA പിൻവലിക്കൽ: അർഹരായ അംഗങ്ങൾക്ക് PF ബാലൻസിന്റെ 75% വരെ ATM, UPA വഴി പിൻവലിക്കാം. ജീവനക്കാരന്റെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടുന്ന മൊത്തം
EPF ബാലൻസിന് ഈ സൗകര്യം ബാധകമാണ്. പരിശോധനയ്ക്കും മറ്റുമുള്ള കാലതാമസമില്ലാതെ തന്നെ പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. പ്രത്യേക സാഹചര്യത്തിൽ മുഴുവൻ തുകയും പിൻവലിക്കാം. 55 വയസ്സ് പൂർത്തിയായ ശേഷമുള്ള വിരമിക്കൽ, സ്ഥിരമായ വൈകല്യം, ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ, പിരിച്ചുവിടൽ, സ്വയം വിരമിക്കൽ, ഇന്ത്യയിൽ നിന്ന് താമസം മാറൽ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മുഴുവൻ തുകയും പിൻവലിക്കാവുന്നതാണ്. ജോലി നഷ്ടപ്പെട്ട ഉടൻ തന്നെ PF ബാലൻസിൻ്റെ 75% പിൻവലിക്കാം. തുടർച്ചയായി 1 വർഷം തൊഴിലില്ലാതെ തുടരുകയാണെങ്കിൽ ബാക്കിയുള്ള 25% കൂടി പിൻവലിക്കാൻ സാധിക്കും. ഭാഗികമായ പിൻവലിക്കലുകൾക്ക് മുൻപ് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ നിർദ്ദേശപ്രകാരം പെൻഷൻ തുക പിൻവലിക്കുന്നതിന് 2 മാസത്തിന് പകരം 36 മാസം കാത്തിരിക്കണം. അംഗങ്ങൾ 10 വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കി പെൻഷന് അർഹരാകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇത്. അംഗത്തിനും കുടുംബത്തിനും ദീർഘകാല സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയും. UAN ആക്ടിവേഷൻ. അംഗത്തിൻ്റെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ആക്റ്റീവ് ചെയ്തിരിക്കണം. UAN കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ പ്രവർത്തനക്ഷമമായിരിക്കണം. UAN നമ്പറുമായി ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ ലിങ്ക് ചെയ്തിരിക്കണം. മറ്റൊരറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലെ വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റവും ഇളവും സർക്കാരിനോട് ആവശ്യപ്പെടാൻ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ മൻഹ അവതരിപ്പിച്ച പ്രമേയം ഭരണസമിതി യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം തീക്ഷ്ണമായ വേനൽ ചൂടിൽ ആശ്വാസം ലഭിക്കാൻ വീടുകളിൽ ഇന്ന് AC സ്ഥാപിക്കുന്നത് ആഡംബരമായി കാണാൻ കഴിയില്ലെന്നും ആവശ്യമായി കാണണമെന്നുമാണ് പ്രമേയത്തിൽ പറയുന്നത്. ക്ഷേമ പെൻഷനുകൾക്കായി സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ AC സ്ഥാപിച്ചിട്ടുണ്ടെന്ന മുഖ്യ കാരണത്താൽ നിരസിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ 2000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് ചട്ടമനുസരിച്ച് അർഹതയുള്ളൂ. സാമ്പത്തിക ശേഷിയുള്ള കാലത്ത് നിർമ്മാണം നടത്തിയിട്ടുള്ള 2000 ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ ഇന്ന് സാമ്പത്തികമായി പിന്നോക്കമുള്ളവർ ഉണ്ട്. ഈ സാഹചര്യത്തിൽ വീടിൻ്റെ വിസ്തീർണ പരിധി 3000 ചതുരശ്ര അടിയാക്കിയെങ്കിലും ഉയർത്തണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. കൂടാതെ ബന്ധുവീടുകളിൽ ആശ്രിതരായി താമസിച്ചു വരുന്നവരുടെ പെൻഷൻ അപേക്ഷകളും വീടിൻ്റെ വിസ്തീർണ കാരണത്താൽ നിരസിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലെ വ്യവസ്ഥകളിൽ കാലാനുസൃതമായ മാറ്റവും ഇളവും വേണമെന്ന് പ്രമേയം അംഗീകരിച്ചുകൊണ്ട് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിന് ആയിരിക്കും മുൻഗണന. ഈ മാസം 19-ന് മുഖ്യമന്ത്രി VD സതീശൻ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. 2% ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയുണ്ട്. ഇത് ബജറ്റിൽ പ്രഖ്യാപിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബത്ത ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചിട്ടുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല. ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടി രൂപയുമാണ് ഈ ഇനത്തിൽ പണമായി നൽകേണ്ടത്. ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് ആലോചന. KSEBയെ പൊതുമേഖലയിൽ തന്നെ നിർത്തി വൈദ്യുതോൽപാദന രംഗം കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള മാർഗരേഖ ബജറ്റിൽ ഉണ്ടാകും. മുൻ സർക്കാർ നീട്ടിവെച്ച ആ ബാധ്യത ഏറ്റെടുത്താൽ വാഗ്ദാനം ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കാനാവാതെ വരും. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യത്തിൽ വർഷം 6,000 കോടി രൂപ വീതം 2 വർഷം 12,000 കോടി ലാഭിക്കാമെന്നാണ് ധവളപത്രം പറയുന്നത്. എന്നാൽ ഇത് സ്ഥായിയായ ലാഭമല്ല. എപ്പോൾ വിരമിച്ചാലും ആനുകൂല്യം നൽകണം. ചിലവ് മാറ്റിവെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ധവളപത്ര നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുമെന്നും സൂചനയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഇപ്പോഴും അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതി തുടങ്ങി ഫെബ്രുവരിയിൽ 10.5 ലക്ഷം അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 18.18 ലക്ഷവും കടന്നു. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷന് അപേക്ഷിക്കാമെന്നതിനാൽ ഗുണഭോക്താക്കൾ ഇനിയും കൂടും. തദ്ദേശ സ്ഥാപനങ്ങൾ അപേക്ഷകൾ അംഗീകരിക്കുന്ന മുറയ്ക്ക് സർക്കാർ പെൻഷൻ അനുവദിക്കുന്നതാണ് രീതി. 35-നും 60-നും ഇടയിലുള്ള മഞ്ഞ, പിങ്ക് കാർഡുകളിലെ അംഗങ്ങളായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹത. സംസ്ഥാനത്ത് നിന്ന് താമസം മാറുകയോ ജോലി ലഭിക്കുകയോ ചെയ്താൽ പെൻഷൻ കിട്ടില്ല. റേഷൻ കാർഡ് മാറിയാലും പെൻഷൻ കിട്ടില്ല. അനർഹമായി പെൻഷൻ വാങ്ങിയാൽ 18% പലിശ സഹിതം തുക തിരികെ ഈടാക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പ്രതിമാസം 1,050 കോടി രൂപ സർക്കാർ ഇപ്പോൾ നീക്കിവെക്കുന്നുണ്ട്.
കടമെടുത്താണ് മിക്ക മാസങ്ങളിലും ഇത് നൽകുന്നത്. ഇതിനു പുറമെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് പണം കണ്ടെത്തേണ്ടത്. 2 പെൻഷനും കൂടി കൊടുക്കാൻ നിലവിൽ പ്രതിമാസം 1230 കോടിയിലേറെ രൂപ വേണം. സാമൂഹിക സുരക്ഷാ പെൻഷൻ 2000-ൽ നിന്ന് 3000 രൂപയായി കൂട്ടുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് നടപ്പാക്കിയാൽ ഇരു പെൻഷനുമായി 2000 കോടിയിലേറെ രൂപ മാസം തോറും കണ്ടെത്തേണ്ടി വരും. സർക്കാർ സർവീസിൽ കാഷ്വൽ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. ഒരു സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിര സ്വഭാവമുള്ള ജോലി ദീർഘകാലം ചെയ്ത ജീവനക്കാരെ ഔദ്യോഗികമായി സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരം താൽക്കാലിക ജീവനക്കാർക്ക് 1965 സെൻട്രൽ സിവിൽ സർവീസസ് നിയമപ്രകാരം താൽക്കാലിക സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരപ്പെടുത്തൽ ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെന്ന കാരണത്താൽ പെൻഷൻ നിഷേധിക്കരുതെന്നും കോടതി ഉത്തരവിട്ടു. നീണ്ട വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കാഷ്വൽ ജീവനക്കാരെ ഔദ്യോഗികമായി സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന അതേ സേവന ആനുകൂല്യങ്ങൾക്ക് താൽക്കാലിക സർക്കാർ ജീവനക്കാർക്കും അർഹതയുണ്ടെന്നാണ് കോടതി വ്യക്തമാക്കിയത്. പെൻഷൻ നൽകുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന കേന്ദ്രവാദം സുപ്രീം കോടതി തള്ളി. ഒരേ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരേ ആനുകൂല്യം നിഷേധിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. കേരളത്തിന് പൊതുവിപണിയിൽ നിന്ന് ഈ വർഷം ഡിസംബർ വരെ 23,000 കോടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതിയുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ്. അതിരൂക്ഷമായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധി പുതിയ സർക്കാരിന് ആദ്യ മാസങ്ങളിൽ തന്നെ കടുത്ത വെല്ലുവിളിയാകും. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ 29,500 കോടി കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. ഇത്തവണ ഏകദേശം 6,000 കോടി രൂപയുടെ കുറവുണ്ട്. നിലവിലെ കണക്കുകളെക്കുറിച്ച് കേന്ദ്രം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തിമാനുമതി നൽകുന്നതിന് മുൻപ് 4,700 കോടി എടുക്കാൻ കഴിഞ്ഞ മാസം താൽക്കാലിക അനുമതി നൽകിയിരുന്നു. അതുകൂടി ചേർത്താണ് ഇപ്പോൾ 23,000 കോടി അനുവദിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് വാഗ്ദാനം. ഇത് നടപ്പാക്കിയാൽ മാസം 1,680 കോടി രൂപ വേണ്ടിവരും. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വയ്ക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ: റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. കൂടുതൽ അറിയാനും അപേക്ഷകൾ സമർപ്പിക്കാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.